ഗുഡ് ആഫ്റ്റർനൂൺ. ലാസ്റ്റ് കണ്ടിന്യൂ വീഡിയോ ഉണ്ട് കേട്ടോ. ആ 3-4 ഞാൻ ചെയ്തു. ഞാൻ തന്നെ അത് കേട്ടിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടില്ല. ചിലപ്പോൾ ഇടും, ചിലപ്പോൾ നല്ലതല്ലെന്ന് തോന്നി കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്തിട്ട് എഡിറ്റിങ്ങൊന്നും അങ്ങനെ പഠിച്ചിട്ടില്ല. ഇപ്പോൾ കംപ്ലീറ്റ് ലൈവ് തന്നെ. അതെൻ്റെ മൊബൈലിൽ ഞാൻ ലൈവ് ചെയ്യുന്നു. അപ്പോൾ അതിനിടയിൽ ട്രംപ് വീണ്ടും നോബൽ സമ്മാനത്തിന് അല്ലേ, നമ്മുടെ പത്മവിഭൂഷൺ കൊടുത്ത വെള്ളാപ്പള്ളി സാറിന് കൊടുത്ത നാട്ടിൽ നിന്ന് ഒരു നോബൽ സമ്മാനം ട്രംപിന് കൊടുക്കാവുന്നുള്ളൂ. വീണ്ടും എനിക്ക് നോബൽ സമ്മാനം വേണമെന്ന് പറഞ്ഞിട്ട് ആൾ കിടന്ന് ഈ നോബൽ സമ്മാനം കിട്ടിയാലാണ് ആൾക്ക് ചില മതങ്ങളുടെ ഒരു പ്രത്യേക പ്രയോജനത്തിലേക്ക് കയറാൻ പറ്റുള്ളൂ. അമേരിക്കൻ പ്രസിഡന്റൊക്കെ അതിന് മുമ്പിൽ വളരെ താഴ്ന്നൊരു പൊസിഷനാണ്. ഒരു പ്രത്യേകതരം വേറൊരു പൊസിഷൻ ഉണ്ട് ഇവർക്ക് അമേരിക്കയിൽ. അത് ഇങ്ങോട്ട് അറിയാം, അവർക്ക് ട്രംപിനെ അറിയാം. അതിന് ഈ നോബൽ വേണമെന്ന് പറയുന്നത്. നമുക്കത് കൊടുക്കാം എല്ലാവരോടും പറഞ്ഞ് നമ്മുടെ എല്ലാ ശശി തരൂരിനെയും എല്ലാവരെയൊക്കെ വിട്ട് ലോകത്ത് എല്ലായിടത്തും പോയി സംസാരിച്ച് ട്രംപിനൊരു ഇത് കൊടുക്കണം. ശരിക്കും ഒരു നോബൽ സമ്മാനം, ഒരു പത്മവിഭൂഷണം കൊടുക്കുക. അപ്പം അത് ആളുകൾ ഹാപ്പിയായി, അത് സുഖമായിട്ട് സ്വീകരിച്ചു. പിന്നെ നമ്മുടെ കഴിഞ്ഞ 10-15 കൊല്ലത്തെ കേരളത്തിലെ സാംസ്കാരിക ലോകങ്ങളെ വിളിച്ചിട്ട് ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയും ഗംഭീരവും. പിന്നെ നമുക്ക് പറയുള്ളത് പ്രിയ സഖാവ് MP രാജേഷ് സാറ് ഷെയർ മാർക്കറ്റ് എന്താണെന്ന് അറിഞ്ഞു വയ്ക്കുക. അതിനെങ്ങനെ പഠിക്കണം. പല പാനില്ല, ഞാൻ വീണ്ടും ഇതുണ്ട്. ഇത് MP രാജേഷിന് മാത്രമാണ്. ആളെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കുക. ഒരാളിങ്ങനെ പറയുന്നുണ്ടായി, ശ്രദ്ധിക്കണോ. 1 + 2 + 3 + 4 + 5 എന്നുള്ള സംഖ്യകളില്ലേ സാറ്. അപ്പോൾ സാറ് ₹1 ഇട്ട് കൊടുത്തിട്ട് ഒരു MP രാജേഷ് ഷെയർ മാർക്കറ്റ് തുടങ്ങാം. അത് DYFIയുടെ പേരിലോ സാറിന് ഇഷ്ടമുള്ള ഒരു നേതാവിൻ്റെ പേരിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു തുടങ്ങാം. സംഘടന ഒരു ചേട്ടൻ ഉൾപ്പെടുന്ന സംഘടന, ചേട്ടാ അതിൻ്റെ ആള്. അതിലേക്ക് എനിക്ക് വേണം ഒരെണ്ണം, ഒരു 100-101 വരെ, അല്ലെങ്കിൽ അത് മുകളിലേക്ക് പോകട്ടെ, ചേട്ടൻ്റെ ഇഷ്ടം. അടുത്ത ആളിൽ നിന്ന് ₹2, അടുത്ത ആളിൽ നിന്ന് 3 അല്ലെങ്കിൽ 4, അടുത്ത ആളിൽ നിന്ന് 5 അല്ലെങ്കിൽ 8. അങ്ങനെ ആയിരിക്കണം ഷെയർ മാർക്കറ്റിൻ്റെ. സാറിൻ്റെ ഷെയർ മാർക്കറ്റ് പഠിക്കണം, ഒരു റൈറ്റ് വിങ് ഷെയർ മാർക്കറ്റ് പഠിക്കണം. ഷെയർ മാർക്കറ്റ് നമ്മുടെ രാജ്യത്തിന് അപകടമാണെങ്കിൽ ഒരു കുറച്ചാൾക്കിനെ അത് പഠിക്കണം അല്ല. നമ്മുടെ ഗവൺമെൻറ് ഒന്നും അറിയില്ല, നമ്മളതെല്ലാം പഠിപ്പിച്ചു കൊടുക്കും. രാജ്യം നന്നാക്കണം. അപ്പോൾ സാറ് ഷെയർ മാർക്കറ്റ് പഠിക്കുക. അങ്ങനെ തന്നെ ചെയ്യുക. അതിൽ എനിക്കൊരു മെമ്പർഷിപ്പ് വേണം സാറിൻ്റെ അണ്ടറിൽ, MP രാജേഷിൻ്റെ അണ്ടറിൽ ഇത് വേണമെന്ന്. സാർ ഷെയർ മാർക്കറ്റ് പഠിക്കുക എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് വിപ്ലവത്തിൻ്റെ വിത്തുകൾ പാകി കഴിഞ്ഞു. നമുക്ക് നല്ലൊരു ടീം വേണം. നമുക്ക് എന്താ പറയുക, അതൊരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ അല്ലാത്ത, നമുക്ക് ഈ കർഷക ജനസാമാന്യത്തെയും അധ്വാനിക തൊഴിലാളി വർഗത്തിനെയും ഉയർത്തണം. നമുക്ക് ആദിവാസികളുടെ കാര്യമൊക്കെ നമുക്ക് ഒരു ദിവസം കൊണ്ട് ഉയർത്താം. പക്ഷെ ഇത് നമുക്ക് കൃത്യമായിട്ട് തന്നെ ഉയർത്തണം. വയലുകൾ ശരിക്കും ദളിത് സ്ത്രീകൾക്ക് എഴുതി കൊടുക്കുന്ന രീതിയിൽ പാട്ടത്തിന് കുറച്ചാളത്തേക്ക്, ഒരു കൊല്ലത്തേക്ക് നമ്മൾ നീങ്ങണം. അത് നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ എന്താ പറയുക, സാറിൻ്റെ പുതിയ പാർട്ടിയുടെ നയങ്ങളിലൊന്നായിട്ട് സാർ ഒരു പ്രകടന പത്രിക എഴുതുന്ന 1ാമത്തെ കാര്യം എഴുതുക. അത് നമ്മൾ പൈസ കൊടുത്തിട്ടാണെങ്കിൽ നമ്മൾ വാങ്ങിക്കൊടുക്കും. അതായിരിക്കണം നമ്മുടെ 1ാമത്തെ കാര്യം. പാഠങ്ങൾ സ്ത്രീകൾക്ക് മാത്രം. അതിൽ നിന്ന് അവരുടെ കുടുംബം രക്ഷപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും, അവരുടെ ഏറ്റവും നല്ല ജീവിതമാർഗം കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. സാറിനെ സഹായിക്കുന്നതായിരിക്കും. സാറപ്പോൾ ഇതൊന്ന് ഓർമ്മയിൽ വെച്ചിട്ട് പരിശ്രമിക്കുക. അപ്പോൾ നമ്മൾ സാറിൻ്റെ ചരിത്രം കുറേയൊക്കെ അറിയാം. സാറിൻ്റെ ലേഖനങ്ങളൊക്കെ വായിക്കാറുണ്ട്. അതിൽ ചില കാര്യങ്ങൾ സാറിൻ്റെ ഓർമ്മയിലേക്ക് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ വ്യാവസായിക വിപ്ലവത്തിന് മുമ്പും കർഷക ജനസാമാന്യത്തെ ഉണർത്തി വിട്ട് ഒരു നാടിൻ്റെ പ്രശ്നങ്ങളിൽ ക്രെഡിറ്റ് വാരിയൊരു മതവിഭാഗമുണ്ട്. അവർ ഈ കർഷകങ്ങൾ അധ്വാനം ജനവിഭാഗത്തിൻ്റെ ഒക്കെ ഭൂഷകളായിട്ടിരിക്കുന്നത് ഭയങ്കര പ്രശ്നമാണ്. ആ മതം, അത് ആ മതങ്ങളിലേക്ക് ചുരുങ്ങുള്ളൂ ആ അവസ്ഥ. അത് നാടിൻ്റെ ഒരു വലതുപക്ഷ ചാക്രിയത നശിപ്പിച്ച് ഇല്ലാണ്ടാക്കും. നമ്മളെ പണ്ടത്തെ അത്രയും ദശലക്ഷം ജനങ്ങൾ പലായനം ചെയ്ത പോലെ അവസ്ഥ ഉണ്ടാക്കും. പിന്നെ ബംഗാളിൽ കൃഷിയില്ലാണ്ട് ക്ഷാമമുണ്ട്, ആൾക്കാർ മരിച്ച്. നിങ്ങൾ ചിന്തിക്കൂ, ഇന്ത്യയിലുണ്ടായിരുന്ന ബംഗാളിൽ ആ കൊല്ലം വിളവില്ലാണ്ടായിട്ടാണ് അവിടെ ക്ഷാമം വന്ന് ഇത്ര പേരുത്ത ആൾക്കാർ മരിച്ചത്. ചിന്തിക്കൂ. ആയ പിന്നെ സംസാരിക്കാം. പക്ഷേ സാറ് ഷെയർ മാർക്കറ്റ് പഠിക്കുക. അപ്പോൾ എനിക്ക് മെമ്പർഷിപ്പ് വേണം അതിൽ. പിന്നെ ട്രംപിന് സാംസ്കാരിക നേതാക്കന്മാരുടെ ഇതിൽ ഒരു ഭാരതരത്നയും ഒരു പത്മവിഭൂഷണും ഒരു പത്മശ്രീ ഒരു നോബൽ സമ്മാനം. അപ്പോൾ
5 മിനിറ്റായി, ഇത് മതി. അതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിയാണ്. കൊടകര നന്മപുരത്തെ ചിലർക്ക് ഇഷ്ടവും ചിലർക്ക് ഇഷ്ടാവില്ല. ഭാരത് സൊല്യൂഷൻ്റെ ചിലർക്ക് ഇഷ്ടവും ചിലർക്ക് ഇഷ്ടാവില്ല. തൽക്കാലം ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ജീവനുണ്ട്. എന്നോ ബലി കൊടുത്തവർ അങ്ങനെ തന്നെ ഇരിക്കുക. അവളെന്നെ അവളുടെ ഗ്രൂപ്പ് എനിക്കറിയാം. അവളുടെ ജീവിതം തന്നെ എൻ്റെ മൊബൈലും ഞാൻ വയ്ക്കുന്ന ലൈവുകളാണ്. എനിക്കറിയാത്. എന്നാലും ആവട്ടെ, എൻ്റെ ഓരോ വിഷമങ്ങൾ. സന്തോഷമായിട്ടിരിക്കടോ. താനെങ്കിലും നന്നായില്ലോ എന്നെ ബലി കൊടുത്തിട്ട്.